റൈറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളൊരു പീരീഡ് ആക്ഷൻ ചെയ്യുമ്പോൾ അതിന് ആക്ഷൻ പ്രധാനമുണ്ട്. ഒപ്പം തന്നെ ഡയലോഗ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇപ്പം ചില ആക്ഷൻ സിനിമയിൽ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പറയാറുണ്ട്, വെറുതെ കുറേ ആക്ഷൻ സീക്വൻസ് അതിനെ കുത്തി നിറച്ചിരിക്കുന്നു. അപ്പം അതൊരു നാച്ചുറൽ പ്രോസസ്സായിട്ട് മാറേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് എഴുത്തിൽ എത്രത്തോളം മീൻസ് ഒരു ചാലഞ്ചിങ് ആയിരുന്നു ഈ ആക്ഷൻ ഉണ്ടാക്കുക, അതിനോടൊപ്പം ഡയലോഗ് എന്ന് പറയുമ്പോൾ ഇതൊരു പീരീഡ് ആക്ഷനാണ്. അപ്പം ഡയലോഗ് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിപ്പം കാണുന്ന എനിക്ക് പോലും അത് ഒരു അരോചകമായിട്ട് തോന്നരുത്. അപ്പോൾ അതൊരു വലിയ ചാലഞ്ച് ആയിരുന്നില്ല. അതിനെങ്ങനെയാണ് മറികടന്നത്? അത് തീർച്ചയായും ചാലഞ്ച് ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം പിന്നീട് നമ്മൾ വായിച്ചിരിക്കുന്ന ബുക്കുകളുടെയും റെഫറൻസുകളൊക്കെ നമുക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇരിക്കുന്ന ഒരു സർക്കിൾ, ഞാൻ വരുന്നൊരു സർക്കിൾ അങ്ങനത്തെ ഒരു ചുറ്റുപാടുന്നാണ്. സന്തോഷ് ഏച്ചിക്കാനം, കെ വി പ്രവീൺ, അംബികാസുധൻ മാഷ് എന്നൊക്കെ പറഞ്ഞ ഒരു സർക്കിളുണ്ട് എഴുത്തുകാരുടെ. അപ്പോൾ അതിൻ്റെയൊക്കെ ചുറ്റുപാടുന്ന അവരുടെയൊക്കെ സ്വാധീനം കാനായി കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ലോകത്തിൽ തന്നെ പ്രധാന ശില്പിയിൽ ഒരാളാണ്. അപ്പോൾ സാറ് ഇതിൻ്റെ ക്ലൈമാക്സിൽ എനിക്കൊരു വലിയ ഒരു നിർദ്ദേശം, ചോദ്യം ഞാൻ ചോദിച്ച സമയത്ത് ഞാനിങ്ങനൊരു ബ്ലോക്കാണ് സാർ, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്നോടൊരു യാത്രാ മധ്യേ സാർ ഇങ്ങനെ പറയുകയാണ്, ഇങ്ങനൊരു ഒരു ഒബ്ജക്റ്റ് ഒരാൾക്ക് കിട്ടുകയാണ്, ഒരു ഒരു കള്ളൻ എന്ന് പറഞ്ഞ ഒരാൾക്ക്. അയാൾ എൻലൈറ്റഡ് ആവുന്ന ഒരു മൊമെൻറ്റിൽ അയാൾ എന്തൊക്കെ ചെയ്യാം, അത് നീ ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അപ്പം അത് നമ്മളിൽ ഉണ്ടാക്കുന്ന, പിന്നീട് ഈ ഒരു കഥാപാത്രം സംസാരിക്കുന്നതിൽ ആ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ എഴുതുമ്പം. അങ്ങനെ തീർച്ചയായും അത്തരം സുഹൃത്ത് വലയത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ കുഞ്ഞിക്കേളു എന്ന് പറഞ്ഞ കഥാപാത്രം സംസാരിക്കുന്നത് കുറച്ചും കൂടെ ഒരു എലൈറ്റ് ക്ലാസ്സിലുള്ള ഒരാളാണ്. അപ്പം അയാൾ സംസാരിക്കുന്ന ഭാഷയ്ക്കൊരു വ്യക്തതയുണ്ട്. മണി എന്ന് പറഞ്ഞൊരാൾ സൊസൈറ്റിയുടെ മറ്റൊരു കോണിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾക്ക് സമൂഹത്തിനോട് ചിലപ്പം അയാളുടെ ആറ്റിറ്റ്യൂഡിലും പെരുമാറ്റത്തിലും ഭാഷയിലൊക്കെ മറ്റൊരു രീതിയാണ് അയാൾ ഉപയോഗിക്കുന്നത്. കുറേയും കൂടെ ഒരു അറോഗൻറ്റ് എന്നുള്ള രീതിയിൽ സമൂഹത്തിനോട് അയാൾക്ക് പലതും പ്രഖ്യാപിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പറയുന്ന ഒരാളാണ്. അയാളെ സ്വന്തം പ്രകൃതി എന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ഒരാളാണ്. അജയനിലോട്ടെത്തുമ്പോൾ അത് വളരെ ചുരുങ്ങിയ ശരീരഭാഷയുള്ള ഒരാളാണ്. അയാൾ സമൂഹത്തിന് ഭയങ്കരമായിട്ട് അയാളെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കഥാപാത്രങ്ങൾ നമുക്ക് എഴുതാം, നമുക്ക് ഡയലോഗുകൾ നമുക്ക് നന്നാക്കാം, ഇതൊക്കെയുള്ള ഓപ്ഷൻ നിൽക്കുമ്പം ഒരു സംവിധായകൻ അതിനെ കൺസീവ് ചെയ്തിട്ട് അതിൻ്റെ എസൻസ് 1% പോലും കളയരുത്. അത് എങ്ങനെ വേണം, അത് അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ തന്നെ ചെയ്തോ എന്നുള്ളതാണ് എനിക്ക് ജിതിനിൽ നിന്ന് കിട്ടുന്ന പച്ചക്കൊടി. കാരണം അത് ഏത് മൊമെൻറ്റിലാണോ നന്നായിട്ട് വരിക, ആ മൊമെൻറ്റ് തന്നെ ചേട്ടൻ എടുത്തോ. ഷൂട്ടിൻ്റെ സമയത്ത് നമ്മളോട് പറയണം, ചേട്ടൻ പോയി പറഞ്ഞോ, എന്താണോ ഔട്ട്പുട്ട് വേണ്ടത് അത് പറഞ്ഞോളൂ, അത് കിട്ടുന്നത് വരെ ഞാനിരിക്കും എന്നുള്ളതാണ് അവൻ്റെ സ്റ്റാൻഡ്. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു ഹൃദയബന്ധമുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ ഒരു നായകൻ കിട്ടുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു ചാലഞ്ച്. കാരണം കുഞ്ഞിക്കേളു എന്ന് പറഞ്ഞ ഒരാളുടെ ശരീരഭാഷയിലേക്ക് ടോവിക്ക് ചിലപ്പം കുറേയും കൂടെയൊക്കെ എളുപ്പത്തിൽ എത്താൻ പറ്റും തോന്നുന്നു. പുള്ളിയുടെ ഫിസിക്കും സുന്ദരനാണ്. അപ്പോൾ ഒരു വളരെ പ്രസൻറ്റബിൾ ആയിട്ടുള്ളൊരു ശരീരഭാഷയാണ്. അപ്പോൾ നേരെ മറിച്ചിട്ട് മണിയനിലോട്ട് എത്തുമ്പോൾ ഒരു 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 50 വയസ്സിനോട് അടുത്തൊക്കെ ഒരാളാണ്. അപ്പോൾ ആ ശരീര ഭാഷയിലേക്ക് പോകുക അത്ര എളുപ്പമല്ല. അജയനിലോട്ട് എനിക്ക് ആസ് എ റൈറ്റർ എന്നുള്ള രീതിയിലും സിനിമ ഞാൻ കണ്ടപ്പോഴും അതിൽ എൻ്റെ ഫേവറേറ്റ്, അല്ലെങ്കിൽ ഞാൻ അജയനൊപ്പം നിൽക്കുന്ന ഒരാളാണ്. കാരണം എല്ലാവർക്കും എതിരാണ്. ആ കഥാപാത്രം അത്രയും ഒതുങ്ങി ജീവിച്ച് പോകുന്നൊരു കഥാപാത്രമാണ്. അത് അഭിനയിക്കുക കുറച്ച് പ്രയാസമുണ്ട്. കാരണം ഈ 3 കഥാപാത്രങ്ങളിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചെയ്യാൻ. ബാക്കി നമ്മുടെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാലും നാളെ സിനിമ കണ്ടിട്ടാണ് പ്രേക്ഷകൻ പറയേണ്ടത്. ഇപ്പം ഞാൻ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സാന്നിധ്യം കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റിയത്. ഈ നമ്മൾ ഓരോ കഥാപാത്രം എഴുതുമ്പോൾ ആ എഴുത്തുകാരനുള്ളൊരു ഇമോഷണൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. ചിലർ നമ്മളോട് കലഹിക്കും, ചിലർ പ്രണയിക്കും, അങ്ങനെ പല വേരിയേഷൻസ് വരും. ഈ 3 കഥാപാത്രങ്ങൾ ഏറ്റവും കൂടുതൽ കലഹിച്ച കഥാപാത്രം ഏതായിരുന്നു? മണിയൻ. ഞാൻ മണിയൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന ആ പോർഷൻ, അത് 3 ഭാഗമായിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ മണിയൻ്റെ ഒരു എൻഡ് പോർഷൻ, ആ സിനിമ ആ ഏരിയ തീരുകയാണ്. ആ ദിവസം വലിയൊരു ഷൂട്ട് ഏരിയയാണ്. നമ്മളെ കുറേ ക്രൗഡും ഒക്കെ ആയിട്ടുള്ള നൈറ്റാണ് ഫുൾ. അപ്പോൾ ടൊവി ഈ മണിയൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ഞാൻ വടക്കൻ കേരളത്തിൽ നിന്ന് കാസർഗോഡുകാരനാണ്. അപ്പോൾ എനിക്ക് ഈ തെയ്യങ്ങളുടെയൊക്കെ ഒരു സാന്നിധ്യത്തിൽ ഞാൻ ജീവിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും തെയ്യക്കാവുകളിൽ സ്ഥിരമായി സാന്നിധ്യമുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് അത്തരം ആൾക്കാരുമായിട്ടും അപ്പോൾ ഈ ടോവി ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ എഴുന്നേക്കുമായിരുന്നു. ഒരു സാന്നിധ്യം അങ്ങനെയാണ്. ടോവിയുടെ പെരുമാറ്റം പോലും ആ മണിയനാവുന്ന സമയത്ത് കുറച്ച് മൊത്തത്തിൽ അങ്ങനെ ആയിരുന്നു പുള്ളി പെരുമാറുന്നത്, നടക്കുന്നതിൽ പോലും ഒരു മണിയൻ. അല്ല അതില്ലേ എന്താന്ന് വെച്ചാല് അത് അങ്ങനെയൊന്നും എനിക്ക് മറ്റേ ഈ ക്യാരക്ടറിനെ ആവാഹിച്ചതോ അങ്ങനത്തെ ഒന്നുമല്ല, അങ്ങനെയൊന്നല്ല കേട്ടോ. പക്ഷെ എന്താ വെച്ചാൽ നമ്മള് ഒന്നാമത്തെ അതിന്റെ ഒരു വേഷവിധാനത്തിൽ തന്നെ കുറച്ച് മറ്റേ ഈ കയ്യിലും ഉണ്ട്, കാലിലും കുറെ
കാലില് ചിലങ്കയുണ്ട്, ഇവിടെ അരയിലും ചിലങ്ക അരപ്പട്ടയിലും ചിലമ്പുണ്ട്, പിന്നെ മറ്റേ ഒരു മണിയൊക്കെ ഉണ്ട്. പിന്നെ ഒരു അതായത് ഇപ്പൊ ഒരു ഹെയറും കണ്ണ് എഴുതിയതും അങ്ങനെയൊക്കെ ഒരു ഒരു വേഷം കെട്ടുന്ന പോലത്തെ ഒരു മേക്കപ്പ് പ്രോസസ്സാണ് അതിന്റെ. അപ്പൊ നമ്മളും ഈ തെയ്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിൽ രാത്രി, അപ്പൊ രാത്രി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോ കാരവാനിൽ നിന്ന് ഇറങ്ങി ഒരു 100 മീറ്റേഴ്സ് 200 മീറ്റേഴ്സ് നടന്നിട്ട് വേണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്താനായിട്ട്. അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് ഞാൻ നടക്കുന്ന സമയത്ത് ഈ ചില്ലും 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 എന്ന് പറഞ്ഞൊരു ആ ഒരു താളമുണ്ട്. അപ്പൊ എന്റെ നടത്തത്തിന്റെ താളത്തിനനുസരിച്ച് എന്റെ ഈ ചുറ്റുള്ള ആഭരണങ്ങളെല്ലാം ശബ്ദം ഉണ്ടാക്കുമല്ലോ. ആ ശബ്ദം കേൾക്കുമ്പോൾ രാത്രി 12 മണി 1 മണി നേരത്തെ ജില്ലും ജില്ലും കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവണ പെട്ടെന്ന് എന്നുള്ളതല്ല, ആ ഒരു നോട്ടം എൻ്റെ അടുത്തേക്ക് ഞാൻ നടന്നു വരുമ്പോ ഞാൻ വരുന്നത് ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഈ ശബ്ദം കേട്ടിട്ടാണ് ആൾക്കാർ ഇങ്ങനെ. അപ്പൊ ഒരു സെറ്റിൽ എത്രയോ പേരുണ്ട്, നമ്മൾ ഒരു 100-150 പേര് എപ്പോഴും ഉണ്ടാവണല്ലോ. ഈ 100-150 പേര് നമ്മളെങ്ങനെ നോക്കും, എല്ലാ ദിവസവും നോക്കും. പിന്നെ ഇതൊരു ഇതായി ടൂന് വരുന്നുണ്ട് റുട്ടീനായി. അങ്ങനെ. അപ്പൊ ആ ഒരു ജിലും ജിലും സാധനവും ആൾക്കാരുടെ ആ നോട്ടവും എല്ലാം കൂടിയിട്ട് നമുക്ക് തരുന്നൊരു എനർജി ഉണ്ട്. അപ്പൊ ഞാൻ അതിനു മുമ്പ് ഇപ്പൊ ഇവര് തിയേറ്ററിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത്, സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ്ലി റെസ്പോൺസ് കിട്ടും. അപ്പൊ എത്രത്തോളം റെസ്പോൺസ് കിട്ടുന്നു അത്രത്തോളം ഇവർ കത്തിക്കേറും ഈ പെർഫോമേഴ്സ്. അങ്ങനത്തെ ഒരു പെർഫോമിംഗ് ആയിട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് അറിയില്ല. ഞാൻ സിനിമയിൽ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഉള്ള ഒരു ഫ്രെയിമിനകത്തുള്ള അഭിനയമല്ലേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഈ പുറത്തുനിന്നുള്ള ഇത് കിട്ടുമ്പോൾ നമുക്കൊരു ചെറിയ പ്രോത്സാഹനമാണ്. പിന്നെ എനിക്കറിയാം ആ സെറ്റിലുള്ള ഈ 150 പേരുണ്ടെങ്കിൽ ആ 150 പേർക്കും എന്നോട് സ്നേഹമേ ഉള്ളൂ. എന്നെ വെറുക്കുന്ന ആരും അവിടെ ഇല്ലാന്ന് എനിക്കറിയാം. ഞാനും അവരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ്. ഞങ്ങൾ കുറെ നാള് ഞാൻ ഒരിക്കലെങ്കിലും വർക്ക് ചെയ്യാത്ത ആൾക്കാർ ആ സിനിമയിൽ തീരെ ഇല്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും എനിക്ക് പരിചയമുള്ള ആൾക്കാരും ഒക്കെയാണ്. അപ്പൊ കിട്ടുന്നൊരു ക്രൂവിന്റെയും കാസ്റ്റിന്റെയും ഈ മൊത്തം ടീമിന്റെ കിട്ടുന്ന നമുക്കൊരു എനർജി ഉണ്ട്. ആ ഒരു എനർജി ഉള്ളപ്പോ ഞാൻ ജനറലി ഒരു ഹൈ സ്പിരിറ്റ്സിലായിരിക്കും. അത് ചിലപ്പോ പെർഫോമൻസിലും അതായിരിക്കും ചേട്ടൻ പറഞ്ഞ ആ അതെ, അതെ, സമയത്തുള്ള എന്റെ അതെ. പെരുമാറ്റവും ഒക്കെ കുറച്ച്. പക്ഷെ അതിന് വേറെ തരത്തിൽ നമ്മൾ ഒരു ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ ക്യാരക്ടറിനെ വായിച്ചെന്നൊക്കെ അതെ, ഒരു പറയാം ചുമ്മാ. പരഹായ പ്രവേശം. സുരഭി, ഇതിന്റെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒത്തിരി സന്തോഷം തോന്നി. കാരണം സുരഭി പല ഇന്റർവ്യൂവിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, പ്രത്യേകിച്ച് ഈ പീരീഡ് സ്റ്റോറീസ് വരുമ്പോൾ ഞാൻ ഓംബ്ര എന്ന് പറയാനാണ് കൂടുതലും നിൽക്കുക അതെ എന്നുള്ളത്. അതെ അതെ അല്ലേ? അല്ലെ, ഓംബ്ര ഒരു പടം മുഴുവൻ ഞാൻ ഓംബ്ര മാത്രം അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ മാണിക്യം എന്ന് പറയുന്ന കഥാപാത്രം, അതെ അപ്പം നമ്മളൊരു കഥാപാത്രം ആദ്യം നമ്മളടുത്ത് അത് നറേറ്റ് ചെയ്യുമ്പോൾ നമ്മളതൊരു മനസ്സിലാക്കും. പക്ഷെ നമ്മൾ അഭിനയിച്ച് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ അവസാനം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരും നമ്മൾ മനസ്സിലാക്കി നിന്നും. അപ്പം ഈ ഒരു മാണിക്യം എന്നുള്ളൊരു കഥാപാത്രത്തെ അത് കേട്ടട മുതൽ ഇത് വൈൻഡപ്പ് ചെയ്യുന്നത് വരെയുള്ള മാറ്റങ്ങൾ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്? നമുക്ക് കിട്ടുന്ന സ്ക്രിപ്റ്റിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വരും. കാരണം സ്ക്രിപ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു റൈറ്റർ അതിൽ ഒരുപാട് എലമെൻറ്റ്സ് വെച്ചിട്ടാണ് ഓരോ ഡയലോഗും എഴുതിയിരിക്കുന്നത്. അപ്പം അതിൽ നിന്നെല്ലാം നമ്മൾ ഓരോ കാര്യങ്ങൾ എടുത്തിട്ടാണ് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മളൊരു എഡിറ്റർ എടുത്ത് കൊണ്ടുപോകുന്നത് പോലെയാണ് ഡയറക്ടറും റൈറ്ററുമായിട്ട് അതിനെ അവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറേ മെറ്റീരിയൽസുമായിട്ടാണ് ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന സമയത്ത് പിന്നെ അവരാണ് അതെടുത്ത് ഓരോന്ന് ഫിക്സ് ചെയ്ത് ഇത് ഇത്ര മതി, ഇന്നത് ഇങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടുപോയിട്ട് ഇവർക്ക് ആവശ്യമുള്ളതായിട്ട് ഇവർ അത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അതിനനുസരിച്ച് പക്ഷെ മെൻ്റലി ഇവർക്ക് പ്രത്യേകിച്ച് ആ ഒരു ട്രാവൽ നമ്മൾ നേരത്തെ, കാരണം അത് ആ സ്ക്രിപ്റ്റിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പം ആ മെൻ്റൽ ഒരു ട്രാവൽ അത് കൃത്യമായിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള ചെറിയ ചെറിയ കൂട്ടലുകളും കുറയ്ക്കലുകളും ഒക്കെ ഇവരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് 2 ഏജ് ഇതിൽ പ്ലേ ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിട്ട് ഒരു 35 ആ ഒരു അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടും അത് കഴിഞ്ഞൊരു 65-70 ആ ഒരു ഇതുവരെ. അപ്പം അതൊക്കെ ഞാൻ മറ്റുള്ള ക്യാരക്ടേഴ്സിൽ നിന്നാണ് ഇതെങ്ങനെയാണ് ഇവരുടെ അത്രയും വർഷത്തെ ലൈഫ് പിന്നെ അവിടെ കാണിക്കുന്നില്ല. പിന്നെ അജയൻ്റെ പോർഷനിലേക്കാണ് വരുന്നത്. അപ്പം അജയൻ്റെ അമ്മ പറയുന്ന ഡയലോഗ്, അവർ ഏതെല്ലാം അവസ്ഥകളിലൂടെ മണിയൻ ഇതിലെങ്ങനെ കടന്നുപോയി എന്നുള്ളത് അവരുടെ ഓരോ ഡയലോഗുകളിലുമാണ് ഉള്ളത്. അപ്പം ഇവരനുഭവിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവർ ഭയങ്കര സൈലൻ്റ് ആയിരുന്നു ഈ മകൻ ഉണ്ടാവുന്നത് വരെയുള്ള. അങ്ങനെ ഓരോ കാര്യങ്ങളിലും എന്തെല്ലാം കഴിഞ്ഞാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നുള്ളതൊക്കെ. അപ്പം അതൊക്കെ ആ ഒരു രീതിയിൽ നമ്മൾ
ഒരു ട്രെയിൻഡ് ആയിട്ട് നമ്മൾ ആ ഇവൻറ്റ്സ് എല്ലാം എത്ര നമ്മളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആലോചിച്ച് നോക്കിയപ്പോൾ ഒരു 10-35 വയസ്സ് എത്ര അറിയില്ല, ആ ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്ന ഒരു 10, അല്ലെങ്കിൽ നമ്മളൊരാൾ, നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചു, പെട്ടെന്ന് അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു 5-8 അല്ലെങ്കിൽ ഒരു 10 മെമ്മറി ആയിരിക്കും പ്രധാനപ്പെട്ടത് വരിക. ആ പ്രധാനപ്പെട്ടത് പിന്നെ ഇരുന്ന് ആലോചിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ വീണ്ടും കുറച്ചും കൂടെ ആലോചിക്കുമ്പോഴായിരിക്കും, ചില ഫോട്ടോസ് കാണുമ്പോഴായിരിക്കും അയ്യോ അന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു ഇതല്ല. അങ്ങനെ ഓരോന്നിനും വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടാണ് ആ ഒരു ഏജ് ഞാൻ ട്രാവൽ ചെയ്ത് എത്തിയിരിക്കുന്നത്. അപ്പം അതിന് റൈറ്ററും അതുപോലെ ഡയറക്ടറും, ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് കൂടുതൽ എന്തെങ്കിലുമൊക്കെ